നമസ്കാരം പ്രിയമുള്ളവർ. ഈ നിലയിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് തന്നെ വലിയ മനപ്രയാസമുണ്ട്. PR എക്സസൈസുകൾ ഒന്നിനു പിറകെ ഒന്നായി പൊളിഞ്ഞു വീണതിന്റെ വിഷമത്തിൽ ആദ്യം ആരോഗ്യമന്ത്രിയുടെ നാടകം അത് ജനം കണ്ട് ചിരിച്ച് പുച്ഛിച്ച് തള്ളുന്ന സ്ഥിതിയുണ്ടായി. തൊട്ടു പിന്നാലെ വയനാട്ടിൽ ടി സിദ്ദിഖ് MLA പ്രസംഗിക്കുമ്പോൾ കൂവി തോപ്പിക്കാൻ ശ്രമിക്കുന്ന CPM-നെ നമ്മൾ കണ്ടു. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായപ്പോൾ ഒരു പുതിയൊരു നറേറ്റീവുമായി അവർ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസ് MLA-മാരോ നേതാക്കന്മാരോ ഒന്നും ഒരു സംഭാവനയും ചെയ്തില്ല. ഞങ്ങൾ തന്നെയാണ് വയനാട് കെട്ടിപ്പൊക്കിയത് എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ എന്ന ധ്വനി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണിത്. ഇതിനിടയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നതിൽ എന്റെയും പേര് കണ്ടു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആരോഗ്യമുണ്ടെന്ന് നോക്കി. ബഹുമാനായ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഉള്ള MLA-മാരുടെ പേരിന്റെ കൂടെ എന്റെ പേരടക്കം ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപയും നൽകിയില്ല എന്ന നിലയിലുള്ള പ്രചരണം. ഇത് സമാനമായ ഒരു ഡയലോഗ് ഒരു ഭാഷാ പ്രസംഗത്തിനിടെ നിയമസഭയിൽ ഒരു മന്ത്രി പറയുന്നത് കേട്ടു. നിങ്ങൾ CMDRF-നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊക്കെയാണത് ചെയ്തത്. ഞാനത് ഒറ്റപ്പെട്ട സംഭവം പോലെ ആരെങ്കിലും അന്നേരം പ്രസംഗത്തിന് ഒരു മാറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞാണെന്ന്. പക്ഷെ ഇതൊരു CPM-ന്റെ ഒരു ഓർഗനൈസ്ഡ് എക്സസൈസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. എന്തൊരു ദയനീയമാണ് ഈ കാര്യങ്ങൾ. എത്ര മ്ലേച്ഛമായിട്ടുള്ളൊരു PR പ്രചരണമാണ് നിങ്ങൾ നടത്തുന്നത്. ഇപ്പോ ഞങ്ങളൊക്കെ CMDRF-ലേക്ക് അന്ന് ആ സമയത്ത് തന്നെ പൈസ കൊടുക്കുകയും അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലെങ്കിൽ പ്രചരിപ്പിക്കാതിരുന്നതിന്റെ കാര്യം ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്നതാണ് നമ്മുടെ നയമെന്നുകൊണ്ടും ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ ബഹുമാനായ KPC പ്രസിഡന്റ് ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോ ഈ നിലയിലുള്ള പ്രചരണം നടക്കുമ്പോൾ ഇതുപോലെ കാരണം കുറച്ചാളുകളിലും വിചാരിക്കുമല്ലോ, ഇത് വായിക്കുന്ന കുറച്ചാളുകൾ നമ്മളാരും ഇനിയിപ്പോ ഇവർക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു നടക്കാൻ കഴിയില്ല. അതൊരു അല്പത്തരമാണ്. പക്ഷേ കുറെ ആളുകളിൽ ധരിക്കില്ലേ ഇവരൊന്നും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് എന്ന്. ഞാനിപ്പോ ബഹുമാനായ KPC പ്രസിഡന്റോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് എനിക്കൊരു സാധനം അയച്ചു തന്നു. എനിക്കും സമാനമായ അപ്രീസിയേഷൻ അല്ലെങ്കിൽ താങ്ക്സ് ലെറ്റർ കിട്ടിയിരുന്നു. ഞാനത് എങ്ങും ഇടാൻ ശ്രമിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ ഞാനിപ്പോ എന്റെ ഓഫീസിൽ നിന്ന് എടുപ്പിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ആ പണം CMDRF-ന് നൽകിയിരുന്നു. കാരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പൊതുവായി പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ MLA-മാരും തന്നെ അതിന് പങ്കാളികളായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹീനമായ പ്രചരണം ഇതൊരു അല്പത്തരമാണ്. ഇത് കാണിക്കുന്നത് CPM-ന്റെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും നിങ്ങൾക്ക് അവസാനിച്ചു, എല്ലാ ആയുധങ്ങളും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കൂവിത്തോപ്പിക്കലും അല്ലെങ്കിൽ വ്യാജ പ്രചരണവും കള്ളപ്രചരണവും ഇല്ലാത്തത് പ്രചരിപ്പിക്കലും മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് വിനയത്തോടെ ഓർപ്പിക്കട്ടെ. ഇനിയെങ്കിലും നാടകങ്ങൾ അവസാനിപ്പിക്കുക, ഇനിയെങ്കിലും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം ശ്രമിക്കുക എന്ന് മാത്രമേ പറയുന്നു. നന്ദി.